ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ വമ്പൻ മാറ്റവുമായി ഇന്ത്യ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മധ്യനിരയിൽ കളിക്കും. KL രാഹുൽ ഓപ്പണിംഗിന് ഇറങ്ങുമെന്നും രോഹിത് ശർമ്മ. ഡേ നൈറ്റ് ടെസ്റ്റ് നാളെ രാവിലെ 9:30 ആരംഭിക്കും. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ കാലുകുത്തിയത്. ആദ്യ ടെസ്റ്റിലെ 295 റൺസിന്റെ കൂറ്റൻ ജയം ഇന്ത്യൻ സംഘത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. രണ്ടാം ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കൂടി തിരിച്ചെത്തുമ്പോൾ ഇന്ത്യ ഡബിൾ സ്ട്രോങ്. വലിയ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ കളത്തിലിറങ്ങുന്നത്. ഓപ്പണറായ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ടാം മത്സരത്തിൽ മധ്യനിരയിൽ കളിക്കും. ആദ്യ മത്സരത്തിലെ തകർപ്പൻ കൂട്ടുകെട്ടായ യശസ്വി ജയ്സ്വാൾ KL രാഹുൽ സഖ്യമാണ് രണ്ടാം മത്സരത്തിലും ഓപ്പണിംഗിന് ഇറങ്ങുക. ബുദ്ധിമുട്ടേറിയ തീരുമാനം ടീമിന് വേണ്ടിയെന്ന് രോഹിത് ശർമ്മ പറഞ്ഞു. You know what has happened and what KL has shown outside of India. He probably deserves that place. There was no need to change anything, so it was actually pretty simple for me. But personally, not easy. But for the team, yeah, it made a lot of sense. പരിക്ക് മൂലം ആദ്യ മത്സരം നഷ്ടമായ ശുഭ്മാൻ ഗിൽ ആദ്യ 11-ൽ തിരിച്ചെത്തിയേക്കും. കൂടാതെ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവീന്ദ്ര ജഡേജ പ്ലേയിങ് 11-ലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏതുവിധേനയും പെർത്തിലെ തോൽവിക്ക് പകരം വീട്ടാനാണ് ഓസ്ട്രേലിയ കണക്കുകൂട്ടുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാൻ ഓസ്ട്രേലിയക്കും ജയം അനിവാര്യമാണ്. ഡേ നൈറ്റ് ടെസ്റ്റാണ് അഡ്ലൈഡിലേത്. 2020-ൽ ഏറ്റുമുട്ടിയ അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യ 36 റൺസിന് ഓൾ ഔട്ടായ ചരിത്രം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ടാകും. നിലവിൽ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.